ഒരു പക്ഷേ പാരാമെഡിക്കൽ കോഴ്സിൽ ഏറ്റവും കുറവ് വിജയ ശതമാനം ഉള്ളത് BSc MLTക്ക് ആയിരിക്കാം. കാരണം BSc MLTയുടെ സിലബസ് ഭയങ്കര വാസ്റ്റ് ആണ്. കൂടുതൽ പ്രാക്ടിക്കലും നമുക്ക് പഠിക്കാനുണ്ട്, കുറെ തിയറിയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് പോയാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് BSc MLTയിൽ സപ്ലിമെന്ററി വരുന്നത്? അപ്പോൾ ഒന്നാമത്തെ കാരണം സിലബസ് ഭയങ്കര വാസ്റ്റ് ആണ്, നമുക്ക് പഠിക്കാൻ കുറെ കൂടുതൽ കാര്യങ്ങൾ ഉണ്ട്. ഇപ്പോൾ പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേ ഉള്ളൊരു ദിവസം ഇരുന്ന് പരീക്ഷ അങ്ങോട്ട് പാസ്സായി കളയാം എന്നുള്ളൊരു മനോഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് BSc MLT നമുക്ക് പാസ്സാകാൻ പറ്റാത്തത്. ഇപ്പോൾ BSc MLT സപ്ലിമെന്ററി ഉള്ള സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്ലിമെന്ററി എക്സാം ഡേറ്റ് വരാൻ വേണ്ടി അവർ കാത്തിരിക്കും. അപ്പോൾ അതിനിടയിലുള്ള സമയത്ത് അവർ ചിന്തിക്കുന്നത്, എക്സാമിന് ഡേറ്റ് വന്നിട്ടില്ലല്ലോ, ഇനിയും സമയമുണ്ടല്ലോ. എക്സാമിന് ഡേറ്റ് വന്നു കഴിഞ്ഞാലും അവർ അതേ മനോഭാവത്തിൽ തന്നെ ആയിരിക്കും തുടരുന്നത്. അപ്പോൾ വീണ്ടും ഇനി സമയമുണ്ടല്ലോ, ഇനിയും പഠിക്കാം, ഇനി സമയമുണ്ടല്ലോ എന്ന് ഇങ്ങനെ നീട്ടി ഏറ്റവും അവസാനം പരീക്ഷയുടെ തലേ ദിവസം വരെ അത് അവർ കൊണ്ടുപോകും. പരീക്ഷയുടെ തലേ ദിവസം ആകാൻ നേരത്ത് എല്ലാ സിലബസും കൂടി ഒരുമിച്ച് അങ്ങ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സിലബസ് കവർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ സിലബസ് കവർ ചെയ്യാതെ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ജയിക്കാൻ പറ്റില്ല. കാരണം ഇത് ഒറ്റ വാക്ക് കൊണ്ടോ ഒരു സെന്റൻസ് കൊണ്ടോ രണ്ട് സെന്റൻസ് കൊണ്ടോ എഴുതി തീർക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം. യൂണിവേഴ്സിറ്റി എക്സാമിന്റെ മോഡലിൽ നമ്മൾ essay ക്വസ്റ്റ്യൻ 3-4 പേപ്പറുകളോളം നമ്മൾ എഴുതണം. അതേപോലെ തന്നെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് 1-2 പേപ്പർ നമ്മൾ എഴുതേണ്ടി വരും. അപ്പൊ അതുപോലെ ഒരു സെന്റൻസ് കൊണ്ടോ ഒരു വേർഡ് കൊണ്ടോ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല യൂണിവേഴ്സിറ്റി എക്സാം എന്ന് ആദ്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മുടെ സിലബസ് അത്രമാത്രം വാസ്റ്റ് ആണ്, അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം കൂടി അങ്ങ് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മനോഭാവം ആദ്യം തന്നെ എടുത്ത് മാറ്റിവെക്കുക. പിന്നെ ഈ സിലബസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അത് പഠിക്കാനുള്ളൊരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ് ഒരു സപ്ലിമെന്ററി ഉള്ള ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം വളരെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ സിലബസ് എടുക്കുക. ഇപ്പം ഫസ്റ്റ് ഇയർ സപ്ലിമെന്ററി ഉള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ ഒരു സിലബസ് എടുക്കുക. സിലബസ് എടുത്തതിന് ശേഷം അത് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ഓരോ ദിവസവും ഏത് ടോപ്പിക്കാണ് ഞാൻ പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ആ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ആ ടൈം ടേബിൾ ഫോളോ അപ്പ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 മാസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു സിലബസ് കവർ ചെയ്യാൻ പറ്റും. അപ്പം ഇത് കൃത്യമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് 1 മാസം പിടിക്കും. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കേണ്ട, ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു സബ്ജക്റ്റിന്റെ സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. ഏകദേശം 1 മാസത്തോളം നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ സപ്ലിമെന്ററി ഉള്ള സ്റ്റുഡന്റിനെ സംബന്ധിച്ചോളം ഒരു സബ്ജക്ട് സപ്ലിമെന്ററി ഉണ്ടാകും, 2 സബ്ജക്റ്റ് ഉള്ളവരുണ്ടാകും, 3 സബ്ജക്റ്റ് ഉള്ളവരുണ്ടാകും, ചിലപ്പോൾ 3-ൽ കൂടുതൽ സബ്ജക്ട് സപ്ലിമെന്ററി ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സിലബസ് കൂടുതലായിട്ട് പഠിച്ചു പോയാൽ മാത്രമേ പരീക്ഷയ്ക്ക് പാസ്സാകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അതിന് ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റത്തില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ BSc MLT സ്റ്റുഡൻറ്റ്, സപ്ലിമെന്ററി സ്റ്റുഡൻറ്റ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ടൈം ടേബിൾ കൃത്യമായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തതിന് ശേഷം ആ ടൈം ടേബിൾ നമുക്ക് കാണുന്ന തരത്തിൽ, നമ്മളിപ്പം ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ നമ്മൾ ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. നമ്മൾ ഉറക്കത്തിൽ എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സിലബസ് അല്ലെങ്കിൽ നമ്മുടെ ടൈം ടേബിൾ കാണാൻ പറ്റണം. ആ ടൈം ടേബിൾ കാണുമ്പോൾ തന്നെ ശരി, എനിക്ക് ഇത് പഠിച്ചു തുടങ്ങാൻ പറ്റണം. കാര്യം ഇപ്പം നമ്മുടെ ഒരു ജീവിതശൈലി അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കാൻ നേരത്ത് നമ്മൾ ഫസ്റ്റ് നോക്കുന്ന മൊബൈലാണ്. അപ്പോൾ മൊബൈൽ ഫസ്റ്റ് കാണുന്നു, മൊബൈൽ എടുക്കുന്നു, മൊബൈലിനകത്ത് ഒരു 5 മിനിറ്റ് നോക്കാന്ന് പറയുന്ന മൊബൈൽ പിന്നെ 10 മിനിറ്റും മണിക്കൂറുകളോളം അതിങ്ങനെ നീണ്ടു പോകുന്നു. അപ്പൊ അതിന് പകരം നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ, നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ ടൈം ടേബിൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് അത് പോകും. നമുക്ക് പഠിക്കാനുണ്ട്, ഇന്ന ദിവസം ഞാൻ ഇത് പഠിക്കണം, ഇന്ന ദിവസം ഞാൻ ഇത് പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവുകയാണ്. പിന്നെ അതിന് അടുത്ത ദിവസത്തിലേക്ക് പോയി അതിങ്ങനെ വലിയൊരു ബാക്ക്ലോഗ് ആകും എന്നുള്ളൊരു റിമൈൻഡർ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ആ ടൈം ടേബിൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും.
അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ടൈം ടേബിൾ ഫോളോ അപ്പ് ചെയ്ത് ഓരോ ദിവസവും ഓരോ ക്ലാസ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്സ് ഫോളോ ചെയ്യുക. ഇപ്പോൾ ടോപ്പിക്സ് ഫോളോ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നമ്മൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകാൻ നേരത്ത് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. കുറേ സ്റ്റുഡൻസിന്, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതെല്ലാം സിലബസ് കംപ്ലീറ്റ് പഠിച്ച് പോയിട്ടുള്ള ഒരു സുഹൃത്തായിരിക്കും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കും. പക്ഷേ അവന് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ആൻസർ എഴുതാൻ പറ്റത്തില്ല. നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരാൻ നേരത്ത് ഡിസ്കഷൻ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാകുന്ന, എടാ ഇതിൻ്റെ ആൻസർ എനിക്ക് അറിയാമായിരുന്നല്ലോ, ഇതെന്തുകൊണ്ട് ഞാൻ എഴുതിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനോടുള്ള ഒരു പരിചയക്കുറവാണ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നത്തിന് കാരണം. അപ്പം നമ്മൾ കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് പരിചയം വരാൻ വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പോൾ ഏകദേശം 10-15 വർഷമായി നമ്മുടെ കുഹാസ് സിലബസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ 15ഓളം വർഷങ്ങളിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോക്കുമ്പം ഈ ക്വസ്റ്റ്യൻ വരുന്ന രീതി, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി എല്ലാം നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. അതേപോലെ തന്നെ ചില ക്വസ്റ്റ്യനുകൾ നിർബന്ധമായിട്ടും മിക്കവാറും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 70% വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 80% വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 70-80% ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലബസ് നമ്മൾ കുഹാസ് തുടങ്ങിയിട്ട് ഏകദേശം 15 വർഷമായി. അപ്പോൾ ഈ 15 വർഷത്തിൽ റെഗുലർ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതാണെങ്കിൽ സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 30+ ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതായത് നമ്മുടെ സിലബസിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഈ 30ഓളം ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ചോദിച്ചു കഴിഞ്ഞു. ഇനി വേറൊരു ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണ്ടേ, സിലബസ് മാറ്റേണ്ടി വരും. വേറൊരു സിലബസ് തയ്യാറാക്കിയാലേ പുതിയൊരു സിലബസിലുള്ള ടോപ്പിക്ക് നമുക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ഫസ്റ്റ് ഇയർ ടോപ്പിക്സ് സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് ഒരു പരിചയം നമുക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകത്തില്ല. ക്വസ്റ്റ്യനോടുള്ള പരിചയക്കുറവ് കാരണം ക്വസ്റ്റ്യൻ മനസ്സിലാകാതെ നമ്മൾ പഠിച്ചൊരു കാര്യം എഴുതിയാതെ ഇറങ്ങേണ്ട ഒരു സാഹചര്യം നമുക്ക് വരത്തില്ല. അതിനാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നോക്കാൻ നേരത്ത് നമ്മളിപ്പം ഒരു ടോപ്പിക് എടുക്കുകയാണ്. അപ്പോൾ ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുകയാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ നേരത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ പരീക്ഷ പേപ്പറിൽ കാണും എന്നുള്ളതല്ല. ആ ഒരു ക്വസ്റ്റ്യൻ കാണുകയും ആ ക്വസ്റ്റ്യൻ്റെ ടോപ്പിക് എടുത്ത് നമ്മൾ പഠിക്കുകയും ആ ടോപ്പിക്കായിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു തരത്തിൽ എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതൊരു വാസ്റ്റ് സിലബസ് ആണ്, അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് അത് നമുക്ക് കാണാൻ പറ്റുന്ന പാകത്തിന്, അല്ലെങ്കിൽ നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഈ ഒരു ടൈം ടേബിൾ നമ്മൾ ഫിക്സ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, കൃത്യമായിട്ട് ആ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. പിന്നെ നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്കൊരു പരിചയം ഉണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ള ഒരു പരിചയം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയിൽ ഏതൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളൊരു ഐഡിയ മനസ്സിലാകുകയും ഏത് ഭാഗത്ത് നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ഐഡിയ മനസ്സിലാകുക നമുക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മളിത് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് റിവിഷന് വേണ്ടിയിട്ട് സമയം കൊടുക്കണം. അതായത് ഇപ്പം ഒരു മാസത്തെ ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാസത്തിൽ ഓരോ ആഴ്ചകളിലും നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഏതൊക്കെയാണോ ടോപ്പിക്സ് പഠിച്ചത് ആ ടോപ്പിക്സിനെ ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക. അതായത് റിവിഷൻ കൃത്യമായിട്ട് വേണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഏതൊക്കെ ടോപ്പിക്കാണ് പഠിച്ചത് അതൊന്നുകൂടെയും പോയിട്ട് വായിക്കുക, ഒന്നുകൂടെ ഓർത്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഒന്ന് പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഒന്ന് എഴുതി നോക്കുക. അതേപോലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്കൊരു കീ നോട്ട്സ് എന്നുള്ള രീതിക്ക് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സിൻ്റെ ഒരു ഫ്ലോ ചാർട്ടോ അല്ലെങ്കിൽ ഡയഗ്രാം രൂപത്തിലോ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ റിവിഷൻ സമയത്ത് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, ഈ റിവിഷൻ ക്ലാസ് കേട്ടതിന് ശേഷം റിവിഷൻ നോട്ട്സ് എന്നുള്ള രീതിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു റിവിഷൻ ഒരു പാറ്റേൺ അല്ലെങ്കിൽ റിവിഷൻ്റെ ഒരു സംവിധാനം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഇത്രയും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ആണ്
ഈ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പഠിച്ച ടോപ്പിക്സ് ഇന്നതൊക്കെയാണ്, അപ്പോൾ ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇന്ന രീതിക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഈ ഫ്രണ്ട്സുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പഠിച്ച കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ അതർ സൈഡിലുള്ള ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ചിലപ്പം കിട്ടും, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിന് കിട്ടും. അപ്പോൾ ഇത് രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാലും രണ്ടുപേർക്കും എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് പാസ്സാകാനുള്ള കൂടുതൽ സാധ്യതകളാണ് നമുക്കത് തുറന്നു കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാസ്സാകും. പിന്നെ ഈ BSc പാസ്സാകുന്നതിൻ്റെ ഒരു ടെക്നിക്ക്, ഇതിനകത്ത് ടെക്നിക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് തീർന്നു എന്ന് മനസ്സിലാക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമ്മൾ സിലബസ് നോക്കുന്നുണ്ട്. കാര്യം സിലബസ് ഭയങ്കര വാസ്റ്റ് ആയിട്ട് കിടക്കുന്നു, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നലുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യൻ എടുക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനകത്ത് ഓരോ ടോപ്പിക്കിന്റെ ചോദ്യമായിരിക്കുമല്ലോ വരുന്നത്. ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആ ചോദ്യത്തിന്റെ ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിക്കുക. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു 70 to 80% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന് ശേഷം പിന്നെ വരുന്ന ഒരു 20% എന്ന് പറയുന്ന ഔട്ട് ഓഫ് സിലബസ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് അല്ല, പ്രീവിയസ് ഇയറിനകത്ത് ചോദിക്കാത്ത സിലബസിനകത്തുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ടാവും. ആ ടോപ്പിക്സും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സിലബസ് നോക്കിയിട്ട് ഞാൻ പഠിച്ചതിനകത്ത് വിട്ടുപോയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്സും കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 22 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, 2 essay ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 10 മാർക്കിന്റെ 2 essay ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ 5 മാർക്കിന്റെ 10 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേപോലെ തന്നെ 10 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കുമല്ലോ ക്വസ്റ്റ്യന്റെ പാറ്റേൺ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ പോകുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ essay എങ്ങനെ എഴുതിയാലും essayക്ക് നമുക്കൊരു 8 മാർക്ക് 9 മാർക്ക് ഒക്കെയാണ് നമുക്ക് essayക്ക് കിട്ടുന്നത്. അപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു 2 മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 22 ക്വസ്റ്റ്യൻ ഉണ്ട്. 22 ക്വസ്റ്റ്യനിലും 2 മാർക്കിനുള്ള കാര്യം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 44 മാർക്കായി. 22 ക്വസ്റ്റ്യൻ ഉണ്ട്, ഓരോ ക്വസ്റ്റ്യനും നമുക്ക് എത്ര മാർക്ക് കിട്ടണം, 2 മാർക്ക് കിട്ടിയാൽ മതി. 5 മാർക്കിന്റെ ക്വസ്റ്റ്യന് 2 മതി, 3 മാർക്കിന്റെ ക്വസ്റ്റ്യന് 2 കിട്ടി, essayക്കും 2 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എത്ര മാർക്കായി, 44 മാർക്കായി. അപ്പൊ നമുക്ക് പാസ്സാകാൻ വേണ്ടി എത്ര മാർക്കാണ് വേണ്ടേ, 50 മാർക്കാണ് വേണ്ടത്. അപ്പൊ ബാക്കി ഒരു 6 മാർക്കിനുള്ള ഒരു ഭാഗ്യമാണ് നമുക്ക് കിടക്കുന്നത്. അപ്പൊ ഈ 6 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ എല്ലാ ടോപ്പിക്സിനെയും കുറിച്ച് മിനിമം 2 മാർക്കിന് എഴുതാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഫുള്ള് പഠിക്കുകയും അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ സിലബസ് നോക്കിയിട്ട് ഒരു 2 മാർക്കിനുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്ത് ഇല്ലാത്ത സിലബസിനകത്തുള്ള കാര്യങ്ങൾ ഇപ്പൊ 2 മാർക്ക് കിട്ടാൻ വേണ്ടി കൂടിപ്പോ ഒരു 5 പോയിന്റ് അല്ലെങ്കിൽ ഒരു 10 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2 മാർക്ക് ഷുവർ ആയിട്ട് കിട്ടും. അപ്പൊ ഈ 2 മാർക്കിന്റെ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് 22 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയ 44 മാർക്കായി. പിന്നെ പ്രീവിയസ് ഇയർ ചോദിച്ചുള്ള എന്തായാലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരു 22 ക്വസ്റ്റിനകത്ത് ഒരു 5 അല്ലെങ്കിൽ ഒരു 8 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നല്ല രീതിക്ക് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് essayയുടെ ആണെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് കിട്ടും. 5 മാർക്കിന്റെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 4 മാർക്ക് വരെ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബാക്കി വരുന്ന ഈ 6 മാർക്ക് നമുക്ക് അതിനകത്ത് കവറപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കാര്യം, നമുക്ക് നമ്മുടെ സിലബസിൽ നിന്ന് ഏത് ടോപ്പിക് എടുത്ത് ചോദിച്ചാലും ആ ടോപ്പിക്കിൽ നിന്ന് 2 മാർക്കിന് എഴുതാൻ ഒരു 10 പോയിന്റ്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന്റെ ഒരു ആൻസർ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടീച്ചറിന് എന്ത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് ഒരു തെറ്റിടാൻ തോന്നരുത്. ആ ഒരു ചോദ്യത്തിന് നമ്മൾ ചിലപ്പോൾ ഒരു 3 പോയിന്റ് അല്ലെങ്കിൽ ഒരു 4 പോയിന്റ് എഴുതി കാണത്തുള്ളൂ. പക്ഷെ എഴുതുന്ന 4 പോയിന്റും വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കണം. കാര്യം ആ 4 പോയിന്റ് ഇത് എഴുതിയിരിക്കുന്ന പോയിന്റ് ശരിയാണല്ലോ, ഇതിനകത്ത് എങ്ങനെ ഒരു 1/2 മാർക്കെങ്കിലും ഇടാതെ എങ്ങനെയാ പോകുന്നത്. കാര്യം അത്രയും വാലിഡ് ആയിട്ടുള്ള പോയിന്റ് എഴുതുന്ന സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട് നമുക്ക് അവിടെ മാർക്ക് ഇടാതെ പോകാൻ പറ്റുന്ന രീതിക്കുള്ള വാലിഡ് പോയിന്റ് ആയിരിക്കണം നമ്മൾ അവിടെ ആ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതേണ്ടത്. അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഒരു ടോപ്പിക് ഇപ്പൊ സിലബസിൽ ഉള്ള ടോപ്പിക്സ് എടുത്തിട്ട് മിനിമം ഒരു 5 10 പോയിന്റ് ഇതിനകത്തുള്ള വാലിഡ് പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും പാസ്സാവും. പിന്നെ പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മൾ ഫുള്ള് ഇതിനൊക്കെ കാണാപ്പാടം പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മൾ അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ കാണാപ്പാടം ഇപ്പോൾ ഒരു essay ഒക്കെ ചോദിക്കുന്ന ചോദ്യം
മുഴുവനും കാണാപ്പാടം പഠിച്ചു വെക്കുക. ഈ കാണാപ്പാടം പഠിച്ചു വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് മിസ് ഔട്ടായി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മിസ് ഔട്ടായ പോയിന്റിന് വേണ്ടി കൂടുതൽ കൂടുതൽ ചിന്തിച്ച് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള സമയം നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ആ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ആ ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ട് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മളിപ്പോ ബയോകെമിസ്ട്രിയുടെ കേസിനകത്ത് മെറ്റബോളിസം ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല. കാര്യം മെറ്റബോളിസത്തിനകത്ത് ഓരോ പ്രൊഡക്റ്റ് കഴിയുമ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, അതിൻ്റെ ഇടയിലുള്ള എൻസൈംസ്, അതിനകത്ത് ഉണ്ടായിരിക്കുന്ന ATP പ്രൊഡക്ഷൻ, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അത് കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പം ഹെമറ്റോളജിയുടെ ഓട്ടോമേഷന്റെ കേസൊക്കെ വരുമ്പം അതിനകത്തുള്ള കാര്യങ്ങൾ, ഇപ്പം ഇലക്ട്രിക്കൽ ഇംപിഡൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാകുക. ആ കൺസെപ്റ്റ് കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയാൽ മതി. കൃത്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന അതേ സെന്റൻസ്, അതേ വേർഡ് തന്നെ എഴുതണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കൃത്യമായിട്ട് ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ കൺസെപ്റ്റ് വൈസ് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ മുഴുവൻ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുകയും സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇത് കണക്ക് ബയോകെമിസ്ട്രിയുടെ കേസിനകത്ത് മെറ്റബോളിസം പോലുള്ള കാണാതെ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കാണാതെ പഠിക്കുകയും ചെയ്യുക. ലോജിക്കലി ചിന്തിച്ച് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കൺസെപ്റ്റ് വൈസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് പാസ്സാകാൻ പറ്റത്തുള്ളൂ. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ, കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഫോളോ അപ്പ്, കൃത്യമായിട്ടുള്ള റിവിഷൻ, കൃത്യമായിട്ടുള്ള ഫ്രണ്ട്സുമായിട്ടുള്ള ഡിസ്കഷൻ, ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സപ്ലിമെന്ററി എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല നമ്മുടെ BSc MLTയുടെ സിലബസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പം സാജി സെന്റർ ഓഫ് എഡ്യൂക്കേഷൻ ചെയ്തു വെച്ചേക്കുന്നത് നമ്മുടെ സിലബസിലുള്ള എല്ലാ ടോപ്പിക്സിന്റെയും റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മൾ ഒരു ആപ്ലിക്കേഷനകത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സപ്ലിമെന്ററി സ്റ്റുഡൻ്റ് ഉള്ള സംബന്ധിച്ചിടത്തോളം അവരെ വീണ്ടും ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി 4th ഇയർ കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ഫസ്റ്റ് ഇയർ ടോപ്പിക്സ് പിന്നെ പഠിപ്പിക്കാൻ അവർക്ക് വേറൊരു സാഹചര്യമില്ല. അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിനകത്ത് സപ്ലിമെന്ററി ഉള്ള ആൾ 3rd ഇയറിലോട്ട് പോയി. അപ്പോൾ 3rd ഇയർ പോകാൻ നേരത്തെ ഒരിക്കലും അവരുടെ സെക്കൻഡ് ഇയർ ടോപ്പിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവർക്കൊരു സംവിധാനമില്ല. അപ്പൊ അതേപോലെ തന്നെ 4th ഇയർ കൂടെ കഴിഞ്ഞതിന് ശേഷം കോളേജ് വിട്ടു പോകുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ക്ലാസ് പറഞ്ഞു കൊടുക്കാൻ, അവന്റെ ടോപ്പിക്ക് പറഞ്ഞു കൊടുക്കാൻ, അവന് ഡിസ്കഷന് വേണ്ടിയിട്ട് ഒരു സംവിധാനവും, അതായത് ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ഒന്നും ഉണ്ടാകാത്ത, എല്ലാവരുടെ ഒരു പരിമിതി കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും അവരവരുടെ തിരക്കും കാര്യങ്ങളുമായിട്ട് പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒറ്റക്കാകും. ഒറ്റക്കാകാൻ നേരത്ത് നമ്മൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഹെൽപ്പായിട്ടാണ് നമ്മൾ ഈ സാജി സെന്റർ ഓഫ് എഡ്യൂക്കേഷൻ നമ്മുടെ സിലബസിലുള്ള എല്ലാ ടോപ്പിക്സിന്റെയും റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഏറ്റവും ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു, ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് നമ്മൾ ഓരോ ക്ലാസ്സും ഡെയിലി നമ്മൾ കൃത്യമായിട്ട് കേൾക്കുക, മനസ്സിലാക്കുക, സ്വന്തമായിട്ട് റിവിഷന്റെ ആവശ്യത്തിന് വേണ്ടി സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ സാജി സെന്റർ ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ട് പുസ്തക രൂപത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ പ്രിപ്പയർ ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ കൃത്യമായിട്ട് വാങ്ങാൻ ശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതേപോലെ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ നോട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റിവിഷൻ അത് യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് എക്സാം പാസ്സാകാൻ പറ്റും. അപ്പോൾ എക്സാം പാസ്സാകണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഏറ്റവും കൂടുതൽ വേണ്ടത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്കാണ്. അപ്പൊ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതണക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, പുസ്തകമുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ക്ലാസിന്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സാജി സെന്റർ ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് എല്ലാ വർഷത്തെയും ക്ലാസ്സുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ക്ലാസ് കേട്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് നമ്പർ ഉണ്ട്. വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ, നിങ്ങളുടെ ഡൗട്ട്സിനുള്ള സൊല്യൂഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓരോ ആൾക്കാർക്കും കൃത്യമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യം ശ്രദ്ധിച്ച് നമുക്ക് സിമ്പിളായിട്ട് പാസ്സാകാൻ പറ്റും. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പാസ്സാകാൻ പറ്റത്തുള്ളൂ. വേറൊരു കോഴ്സ് കണക്കല്ല BSc MLT. അത്യാവശ്യം പഠിക്കാനുണ്ട്, തിയറി ഉണ്ട്, അതേപോലെ തന്നെ പ്രാക്ടിക്കലും ഉണ്ട്. രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോഴ്സാണ് BSc MLT. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്സാകാൻ പറ്റും. എല്ലാവരും അപ്പം എക്സാമിൻ്റെ ഡേറ്റ് വരുന്നതിന് മുന്നേ തന്നെ പഠിക്കാൻ മാക്സിമം ശ്രമിക്കുക.